ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DEO എന്ന് പറയുന്ന പോസ്റ്റിനെ പറ്റിയിട്ടാണ്. ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിലേക്ക് 2 വേക്കൻസിയിൽ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാറ്റഗറി നമ്പർ 415/2025. 2 ദിവസം കൂടെ മാത്രമേ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റ് ഉള്ളൂ. അതായത് ഡിസംബർ 3 ആണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കാനായിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ വന്നത് 30/10/2025 അപ്പം ശമ്പളം നോക്കാം 50,200 മുതൽ 1,05,300 രൂപ വരെയാണ്. അപ്പൊ 2 എണ്ണം ഉണ്ടെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. വയസ്സ് 18 മുതൽ 41 വരെയും. ക്വാളിഫിക്കേഷൻ നോക്കാം, എനി ഡിഗ്രി, BA, BSc, BCom ഡിഗ്രി ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആയാലും മതി, ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ്. ദെൻ രണ്ടാമത്തേതാണ് നമ്മൾ നോക്കേണ്ടത്, ഒന്നെങ്കിൽ MSW അല്ലെങ്കിൽ MA സോഷ്യോളജിയോ അല്ലെങ്കിൽ LLB വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ലേബർ ലോസ്. ഈ പഠിത്തമുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ MSW ഉള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്, MA സോഷ്യോളജി ഉള്ളവരും ഉണ്ട്, പിന്നെ LLB വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ലേബർ ലോസ് ഉള്ളവരും ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഇനി നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത നോക്കുന്ന സമയത്ത് 2018 ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ ആ സമയത്ത് വന്ന സിലബസ് എന്ന് പറയുന്നത് ഇതാണ്. സിലബസ് ഫോർ ദ സെലക്ഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള സിലബസ് ആണിത്. ഞാൻ ഓൾറെഡി പറഞ്ഞു 2018 വന്ന പഴയ സിലബസ് ആണ്. നമുക്ക് പുതുക്കിയ സിലബസ് ഇതുവരെ പിന്നീട് ലഭിച്ചിട്ടില്ല. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്ന് ഇനി ഡേറ്റ് വരുന്ന സമയത്ത് സിലബസ് പബ്ലിഷ് ചെയ്യുമെങ്കിലും വെറും 2 മാസം അങ്ങാനും കിട്ടിയാലായി. ഈ ഒരു സിലബസ് വെച്ച് പഠിച്ചു തുടങ്ങാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. സിലബസ് ഞാനൊന്ന് പറയാം. മിക്കവാറും സിലബസിന് വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് വരും. നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവാൻ സാധിക്കുന്നത് മിക്കതും ലേബർ ലോയുമായിട്ട് ബന്ധപ്പെട്ടതും ലോസുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്. MSW ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് വളരെ കുറവാണ്. ഇൻ കേസ് ഇത് തന്നെ വരികയാണെങ്കിൽ നമുക്ക് അത്ര എളുപ്പം പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുന്നവർക്ക്. ചില മാറ്റങ്ങൾ വരുവാണെങ്കിൽ സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോഡ്യൂൾ ചേർക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാണ് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ. 2020 ക്വസ്റ്റ്യൻ അതായത് നമ്മുടെ എക്സാം നടന്നത്. ആ സമയത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2019 എക്സാം നടന്നത്, 20 വന്നത് റാങ്ക് ലിസ്റ്റ്. അപ്പൊ ഇതായിരുന്നു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നതെല്ലാം. നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലാണ്. പക്ഷെ ഇനിയുള്ള ചോദ്യ പേപ്പറിനകത്ത് കുറച്ചൊക്കെ നമ്മൾ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. സിലബസിലേക്ക് നോക്കാം. മോഡ്യൂൾ നമ്പർ 1 ജനറൽ നോളജ് ആണ്. കറണ്ട് അഫയേഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ജനറൽ നോളജ്, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റും കേരള റിനൈസൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ജനറൽ നോളജ്. മോഡ്യൂൾ നമ്പർ 2 കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിള്, ഫണ്ടമെന്റൽ റൈറ്റ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ മോഡ്യൂൾ നമ്പർ 3 ജനറൽ ഇംഗ്ലീഷ് ആണ് ചോദിക്കുന്നത്. ഇത്രയാണ് പാർട്ട് 1 കൊടുത്തിരിക്കുന്നത്. ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സും, കേരള റിനൈസൻസ്, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്സ്. മോഡ്യൂൾ നമ്പർ 2 കോൺസ്റ്റിറ്റ്യൂഷനും, മോഡ്യൂൾ നമ്പർ 3 ഇംഗ്ലീഷ്. പാർട്ട് 2 മോഡ്യൂൾ 4 ഇന്ത്യൻ എവിഡൻസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. മോഡ്യൂൾ നമ്പർ 5 അഡ്മിനിസ്ട്രേറ്റീവ് ലോ. ഇതിനകത്ത് വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മോഡ്യൂൾ നമ്പർ 4ഉം 5ഉം ഒക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. 6ഉം കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ആക്ട് 1985, വലിയ വ്യത്യാസം വരില്ല, അത് തന്നെ പഠിക്കാം. മോഡ്യൂൾ നമ്പർ 7 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഓഫ് 1947, ട്രേഡ് യൂണിയൻ ആക്ട് ഓഫ് 1926, ഫാക്ടറി ആക്ട് ഓഫ് 1948. ഇതും വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല, ഇത് ഇൻക്ലൂഡഡ് ആയിരിക്കും. 8 എംപ്ലോയി കോമ്പൻസേഷൻ ആക്ട് ഓഫ് 1923, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ഓഫ് 1948, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ഓഫ് 1958. ഇത് വലിയ വ്യത്യാസം ഉണ്ടാവില്ല, പഠിക്കാം. മിനിമം വേജസ് ആക്ട് വരും. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 തുടങ്ങിയവ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. പിന്നെ ആഡ് ചെയ്യും കുറച്ചുകൂടെ, സാധ്യത അതിനാണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഓഫ് 1872, അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഓഫ് 2000 തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ താഴോട്ട് 5ഉം 6ഉം 7ഉം 8ഉം ഒക്കെ ഇതുപോലെ തന്നെ പ്രതീക്ഷിക്കാം. നമ്മൾ അഡീഷൻ ആണ് കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത്. എത്രത്തോളം ഇനി ആഡ് ചെയ്യുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ ആരെങ്കിലും ഒക്കെ അറിയാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. MSW ഉള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കെല്ലാം നല്ലൊരു അവസരമാണിത്. നല്ല സാലറി സ്കെയിലുള്ള ഒരു പോസ്റ്റ് ആണ്. അപ്പൊ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് അറിയാവുന്നവർ പറഞ്ഞു കൊടുക്കുക. 2 ദിവസം കൂടെ മാത്രമേ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.